സോ ആപ്പിളിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആയിട്ടുള്ള iOS 26 അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മേ ബി നമ്മളിൽ ചില ആളുകൾക്കെങ്കിലും ബാറ്ററിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രത്യേകിച്ച് ബാറ്ററി ഡ്രെയിനിങ് ഡിവൈസ് ഹീറ്റ് ആകുന്നു. അതിനോടൊപ്പം തന്നെ ഡിവൈസിൻ്റെ പെർഫോമൻസിനെയും ബാറ്ററിനെയും ഇംപ്രൂവ് ചെയ്യുന്ന ഇമീഡിയറ്റ്ലി ചേഞ്ച് ചെയ്യേണ്ട അറിഞ്ഞിരിക്കേണ്ട കുറച്ച് സെറ്റിംഗ്സ് ആണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. സോ ദിസ് ഇസ് മിലൻ ആൻഡ് വെൽക്കം ബാക്ക്. അപ്പോൾ കഴിഞ്ഞ 2 മാസത്തിൽ 9ഓളം ബീറ്റകൾ റിലീസ് ചെയ്ത് ടെസ്റ്റിങ്ങും ബഗ് ഫിക്സിങ്ങും ഇമ്പ്രൂവ്മെൻറ്റ്സും ഡിസൈൻ ചേഞ്ചസും അങ്ങനെ പല മാറ്റങ്ങളിലൂടെയും പല പ്രോസസ്സിലൂടെയും കടന്നിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന iOS 26 നമ്മളുടെ ഡിവൈസുകളിൽ ഫൈനലി റിലീസ് ചെയ്തേക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം 26 ആപ്പിൾ റിലീസ് ചെയ്തപ്പോൾ തന്നെ ആപ്പിളിൻ്റെ ഭാഗത്തുനിന്ന് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആപ്പിൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആപ്പിൾ സപ്പോർട്ട് പേജിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ആ സ്റ്റേറ്റ്മെൻറ്റ്. അതിൽ പറഞ്ഞിരിക്കുന്ന വളരെ കീ ആയിട്ടുള്ളൊരു കാര്യം പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അതിൽ ആപ്പിൾ വളരെ വ്യക്തമായിട്ട് പെർഫോമൻസ് ആൻഡ് ബാറ്ററി ഇമ്പാക്റ്റിനെ പറ്റി ഒരു ഹെഡിങ് ആയിട്ട് കൊടുത്തുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കഴിയുമ്പോഴും ചെയ്യുന്നതിന് മുന്നേ ഉണ്ടാകുന്ന ഒരു ആങ്സൈറ്റി ഉണ്ടല്ലോ, ഡിവൈസിന് എന്തെങ്കിലും പറ്റുമോ, അല്ലെങ്കിൽ ബാറ്ററി ഹെൽത്ത്, ബാറ്ററി ഡിവൈസ് ഹീറ്റ് ആകുന്നു, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെപ്പറ്റി ഒരു അവയർനെസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഇമീഡിയറ്റ്ലി ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ആൻ update, particularly a major release, you might notice a temporary impact on battery life and thermal performance. This is normal as your device needs time to complete the setup process in the background, including indexing data and files for search, downloading new assets and updating apps. സോ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ സ്ഥിരം നേരിടുന്ന ഒരു ബുദ്ധിമുട്ടാണ് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ആദ്യത്തെ കുറച്ച് ദിവസത്തേക്ക് ബാറ്ററി പെർഫോമൻസ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. പ്രത്യേകിച്ച് ഇപ്പം തന്നെ എനിക്ക് തോന്നുന്നു ഒരു ദിവസം 2 തവണയെങ്കിലും ഞാനിപ്പം ഈ ഒരു അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഡിവൈസ് ചാർജ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. 16 Pro ആണ്. വിച്ച് മീൻസ് ഞാൻ നേരത്തെ വീഡിയോസിലും പലതവണ എടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, നമുക്ക് അപ്ഡേറ്റ് വന്നു കഴിയുമ്പം പ്രത്യേകിച്ച് മേജർ റിലീസ് അപ്ഡേറ്റുകൾ വന്നു കഴിയുമ്പം ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് ഇൻഡെക്സിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സുകളൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ സെർച്ചൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് ഉടനെ തന്നെ നിങ്ങൾ എന്തെങ്കിലും കാര്യത്തെപ്പറ്റി സെർച്ച് ചെയ്യുമ്പം നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ചില യൂസർ ഡേറ്റ എല്ലാം ഇങ്ങനെ പതുക്കെ വരത്തുള്ളൂ, ചിലപ്പോൾ ലോഡ് ആകത്തില്ല, ചിലപ്പം പതുക്കെ വരത്തുള്ളൂ. സോ ഇതുപോലത്തെ ഇൻഡെക്സിങ്, അതായത് ഈ ഡിവൈസിലുള്ള ഡേറ്റകൾ എന്തൊക്കെയാണ്, സോ ഇങ്ങനത്തെ ഡേറ്റ ഇൻഡെക്സിങ്, ഫയൽ സെർച്ച്, ഇങ്ങനെയുള്ള കുറേ ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സുകൾ ഒരു അപ്ഡേറ്റിന് ശേഷം നടക്കുന്നുണ്ട്. അത് ചിലപ്പോൾ 1, 2, 3 ദിവസം എടുത്തേക്കാം. അതിനുശേഷമായിരിക്കും അത് പതുക്കെ സ്റ്റേബിൾ ആകും. അതുകൊണ്ട് തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് പെർഫോമൻസ് ഇമ്പ്രൂവ്മെൻറ്റ്സും അല്ലെങ്കിൽ പറഞ്ഞ വലിയ രീതിയിലുള്ള എന്തൊക്കെയോ സംഭവങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് പകരം ഒരു 2-3 ദിവസമെങ്കിലും മിനിമം നിങ്ങൾ ഒരു ടൈം കൊടുക്കുക. 2, നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഡിവൈസ് ആണെങ്കിലും നിങ്ങൾ സ്ഥിരം യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് എങ്കിലും മിനിമം നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് വെക്കുക. ഈ ഒരു കാരണം കൊണ്ട് നമ്മുടെ ബാറ്ററി പെട്ടെന്ന് ഡ്രെയിൻ ആകാനുള്ള ചാൻസസ് ഉണ്ട്. ഇനി നമ്മൾ ചേഞ്ച് ചെയ്യേണ്ട പ്രധാനപ്പെട്ട സെറ്റിംഗ്സിലേക്ക് പോവുകയാണെങ്കിൽ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. അതിൽ ഏറ്റവും ടോപ്പിലുള്ള അക്കൗണ്ട് സെറ്റിംഗ്സിലേക്ക് നിങ്ങൾ പോവുക. അതിൽ തന്നെ പേഴ്സണൽ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുള്ള 2-3 ഓപ്ഷൻസ് ഇതിനകത്തുണ്ട്. അത് ഇമീഡിയറ്റ്ലി തന്നെ നിങ്ങൾ ചേഞ്ച് ചെയ്യണം. അതാണ് ഏറ്റവും താഴെയുള്ള കമ്മ്യൂണിക്കേഷൻ പ്രിഫറൻസസ് എന്നുള്ളത്. അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഓപ്ഷൻസ്, ഇതിൽ 2-3 ചിലപ്പോൾ ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ആ ഓപ്ഷൻസ് നിങ്ങൾ എനേബിൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങൾ ഡിസേബിൾ ചെയ്യുക. ഇതുപോലെ ഡിസേബിൾ ചെയ്യുക. ഞാൻ ഓൾറെഡി ഡിസേബിൾഡ് ആയിട്ട് കിടന്നതാണ്, ജസ്റ്റ് പർപ്പസിന് വേണ്ടി കാണിച്ചതേ ഉള്ളൂ. ആപ്പിളിൻ്റെ ഭാഗത്തു നിന്നുള്ള ന്യൂസ് ലെറ്റേഴ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്. 2, ബാറ്ററി സെറ്റിംഗ്സിൽ നമ്മൾ iOS 26 നമുക്ക് പുതുതായിട്ട് വന്നൊരു ഫീച്ചറാണ് പവർ മോഡിനകത്ത് അഡാപ്റ്റീവ് പവർ മോഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓപ്ഷൻ. ഇത് സപ്പോർട്ട് ചെയ്യുന്ന ഡിവൈസുകളുടെ ലിസ്റ്റ് എന്ന് പറയുന്നത് വളരെ ചുരുക്കമുള്ളൂ. iPhone 15 സീരീസ് മുതൽ 15, 16, അതോടൊപ്പം ഇപ്പോൾ ഇറങ്ങിയേക്കുന്ന 17 സീരീസിൽ അതിൽ 15 Pro, 15 Pro Max സീരീസ് മുതലാണ് തുടങ്ങുന്നത്. ഇത് നല്ലതാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നല്ലതാണ്. ലോ പവർ മോഡിനേക്കാളും നല്ലതാണ്. കാരണം ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഡിവൈസ് ബാറ്ററി ഡ്രെയിൻ ആകുന്നതനുസരിച്ച് മാക്സിമം ഡിവൈസിൻ്റെ ബാറ്ററി കപ്പാസിറ്റി അല്ലെങ്കിൽ ആ ഒരു ലോങ്ജാവിറ്റി കീപ്പ് ചെയ്യാൻ വേണ്ടി ചില സർട്ടൺ സെറ്റിംഗ്സിനെ ഓട്ടോമാറ്റിക്കലി ഡിസേബിൾ ചെയ്യുകയും എനേബിൾ ചെയ്യുന്ന ഒരു ഫങ്ഷനാലിറ്റിയാണ് ഈ ഒരു അഡാപ്റ്റീവ് പവർ മോഡ്. ഈ ഒരു ഫീച്ചർ ഞാൻ കഴിഞ്ഞ 2 ദിവസമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇതെനിക്കൊരു ഓക്വേർഡായിട്ട് തോന്നി എപ്പോഴാണെന്ന് വെച്ചാൽ ഇതിൽ തന്നെ താഴെ എഴുതിയിട്ടുണ്ട് 20% താഴത്തേക്ക് ബാറ്ററി ഹിറ്റ് ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കലി ഇത് ലോ പവർ മോഡ് എനേബിൾ ചെയ്യും എന്നുള്ളത്. ഈ ലോ പവർ മോഡ് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത സംഭവമാണ്. കാരണം ലോ പവർ മോഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി 120 Hz റീഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ പിന്നെ കുറയും. 60 Hz അതനുസരിച്ച് മാറും. ആ ഒരു കാര്യം ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. iOS 26 പിന്നീട് എനിക്ക് ഓക്വേർഡായിട്ട് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത് ഈ സ്ക്രീൻഷോട്ടാണ്. ഇത് എടുത്ത് കഴിയുമ്പോൾ ഈ ഫുൾ സ്ക്രീനിലേക്ക് വരും. അപ്പോൾ ഇത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് നമുക്ക് മാറ്റാൻ സാധിക്കും. അതിനുവേണ്ടി സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക, ജനറൽസിൽ പോവുക, താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പം സ്ക്രീൻ ക്യാപ്ചർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ഈ ഫുൾ സ്ക്രീൻ പ്രിവ്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് സ്ക്രീൻഷോട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പഴയ രീതിയിൽ തന്നെ വരത്തുള്ളൂ. ഇതിൽ തന്നെ നിങ്ങൾ എനേബിൾ ചെയ്യേണ്ട ഒരു ഓപ്ഷനാണ് വിഷ്വൽ ലുക്കപ്പ്. 3, ബാക്ക്ഗ്രൗണ്ട് ആപ്പ് റീഫ്രഷ്. സെറ്റിംഗ്സ്, ജനറൽസ്, അതിലേറ്റവും താഴെ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ആപ്പ് റീഫ്രഷ് എന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ ടാപ്പ് ചെയ്യുക. അതിലേറ്റവും ടോപ്പിലുള്ള
ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ആപ്പ് റിഫ്രഷ് നിങ്ങൾക്കൊന്നെങ്കിൽ കംപ്ലീറ്റ്ലി ഡിസേബിൾ ചെയ്യാവുന്നതാണ്. അത് വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൈഫൈ എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് മാത്രമായിട്ട് കീപ്പ് ചെയ്യുക. വൈഫൈ ആൻഡ് സെല്ലുലാർ ഓപ്ഷനിലേക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത്. അതായത് നമ്മളുടെ ഡിവൈസിൽ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്ന ആപ്ലിക്കേഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നില്ലേ പോലും ചില ആപ്ലിക്കേഷൻസിനൊക്കെ ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റുകൾ വരാറുണ്ട്. ആപ്ലിക്കേഷൻസ് ഡേറ്റ ഫെച്ച് ചെയ്യുന്നത് ഡിസേബിൾ ചെയ്യാനും എനേബിൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു ഓപ്ഷനാണ് ബാക്ക്ഗ്രൗണ്ട് ആപ്പ് റിഫ്രഷ്. പിന്നെ ചില ആളുകളുടെ വിചാരം ഇത് ഡിസേബിൾ ചെയ്താൽ നോട്ടിഫിക്കേഷൻ ഡിസേബിൾ ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ഇത് നോട്ടിഫിക്കേഷൻ അല്ല, ഇത് ആപ്പ് റീഫ്രഷ് ആണ്. അത് ഇത് 4 ക്യാമറ. സോ ക്യാമറ സെറ്റിംഗ്സിനകത്ത് ഏറ്റവും താഴെ പുതുതായിട്ട് ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു ചെറിയ ഫീച്ചറാണ് ലെൻസ് ക്ലീനിങ് ഹിൻഡ്. അതായത് നമ്മളുടെ ലെൻസിൽ എന്തെങ്കിലും അഴുക്കോ അല്ലെങ്കിൽ സ്കഫിങ്ങോ മാർക്കിങ്ങോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഫോട്ടോ എടുക്കാൻ നേരത്ത് ആ ഒരു മാർക്കിംഗ് കൂടെ ചേർത്തിട്ടായിരിക്കും നമ്മൾ ഫോട്ടോ വരുന്നത്. അതായത് ക്വാളിറ്റി കുറയാനും ലൈറ്റ് ഡിസ്ട്രോട്ടഡ് ആയിട്ട് കാണാനും ഒക്കെ കാരണം ഈ ലെൻസയിൽ ഇങ്ങനെ നമ്മളുടെ കൈയുടെ സ്കഫിങ് ഒക്കെ വരുമ്പോഴാണ്. ലെൻസ് ക്ലീൻ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ളൊരു ഹിൻഡ് അല്ലെങ്കിൽ വാർണിംഗ് നമ്മൾ ക്യാമറയിൽ ലഭിക്കുന്നതായിരിക്കും. പിന്നെ പ്രയോറിറ്റൈസ് ഫാസ്റ്റർ ഷൂട്ടിംഗ്. യൂസേഴ്സ് കംപ്ലയിൻറ്റ് ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് ക്യാമറയ്ക്ക് ക്വാളിറ്റി പോരാ, ക്വാളിറ്റി ലോസ് ഉണ്ട്, അങ്ങനെയുള്ള സംശയം. സോ നിങ്ങൾ ഈ ഒരു ഫീച്ചർ അല്ലെങ്കിൽ ഓപ്ഷൻ എനേബിൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിപ്പോൾ തന്നെ ഡിസേബിൾ ചെയ്യുക. കാരണം നമ്മൾ കണ്ടിന്യൂസ്ലി ഫോട്ടോ എടുക്കുന്ന സമയത്ത് നമുക്ക് ഇമേജിന് ക്വാളിറ്റി ലോസ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ടാക്കുന്നതിൻ്റെ മെയിൻ കാരണം ഇതാണ്. സോ മസ്റ്റായിട്ട് ഈ ഒരു ഓപ്ഷൻ ഡിസേബിൾ ചെയ്യുക. 5 സൗണ്ട് ആൻഡ് ഹാപ്റ്റിക്സ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആപ്പിൾ നമുക്ക് കൊണ്ടുവന്ന ഒരു വളരെ ഉപകാരപ്പെടുന്ന ഒരു ഫീച്ചറാണ് സൗണ്ട് ആൻഡ് ഹാപ്റ്റിക്സിലെ ഇൻപുട്ട് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ. നമ്മൾ എയർപോർട്ട്സ് ചെവി വെച്ചുകൊണ്ട് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഓഡിയോ റെക്കോർഡാകുന്നത് എയർപോർട്ട്സിൽ നിന്നാണ്. അതെല്ലാ സമയത്തും ചിലപ്പോൾ അങ്ങനെ തന്നെ നടക്കണമെന്നില്ല. കുറേ ആളുകൾക്കും കൺഫ്യൂഷൻ ഉണ്ടാകുന്ന കാര്യമാണ് ഇപ്പോൾ ഓഡിയോ റെക്കോർഡ് ചെയ്യുന്ന എയർപോർട്ട് വഴിയാണോ അതോ ഐഫോൺ വഴിയാണോ എന്നുള്ള ഡൗട്ട്. എന്നാൽ ഇതോടെ അതിനൊരു പരിഹാരം ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. സോ സൗണ്ട് ആൻഡ് ഹാപ്റ്റിക്സിൻ്റെ ഇൻപുട്ട് ഓപ്ഷനിൽ നമുക്ക് ഇപ്പം ഞാൻ എയർപോർട്ട്സ് ചെയ്ത് വെച്ചിട്ടുള്ളതുകൊണ്ട് മൈക്രോഫോൺ ഇൻപുട്ട് വന്നിരിക്കുന്നത് എൻ്റെ എയർപോർട്ട്സിൽ നിന്നാണ്. സോ മിലൻസ് എയർപോർട്ട്സ് ഓട്ടോമാറ്റിക്കലി സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇത് നിങ്ങൾക്ക് മാനുവലി ഇവിടുന്ന് സെലക്ട് ചെയ്യാം. ഓട്ടോമാറ്റിക്കലി സെലക്ട് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് ബാറ്ററി കുടിക്കുന്ന മറ്റൊരു ഏരിയയാണ് കീബോർഡ് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞ ഓപ്ഷനിലെ സൗണ്ട് ഹാപ്റ്റിക്കും. ഇത് നിങ്ങൾക്ക് മസ്റ്റായിട്ടും ഡിസേബിൾ ചെയ്യേണ്ട ഒരു ഓപ്ഷൻ സൗണ്ടാണ്. ഹാപ്റ്റിക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഹാപ്റ്റിക് ഫീഡ്ബാക്ക് ക്ലിക്ക് ചെയ്യുമ്പം വേണം എന്നുണ്ടെങ്കിൽ അത് എനേബിൾ ചെയ്ത് വെക്കാം. പക്ഷേ അതും ചെറിയ തോതിലെങ്കിലും ബാറ്ററി കൺസ്യൂം ചെയ്യുന്നതാണ്. പിന്നീട് പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി. ആ ഒരു ഓപ്ഷനിൽ ഏറ്റവും താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പം ആപ്പിൾ പുതുതായിട്ട് കൊണ്ടുവന്നൊരു സെക്യൂരിറ്റി ഫീച്ചറാണ് വയേർഡ് ആക്സസറീസ് എന്നുള്ളത്. ഇത് നമ്മൾ സ്ഥിരം ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലത്തിനുള്ള വലിയൊരു സൊല്യൂഷനാണ്. അതായത് നമ്മൾ മാക്കോ PC-ലേക്കൊക്കെ ഡിവൈസ് കണക്ട് ചെയ്യുന്ന സമയത്ത് പാസ്വേഡ് ചോദിക്കും. അത് ഇനി മുതൽ ഒഴിവാക്കാൻ സാധിക്കുന്ന ഒരു കിടലൻ ഓപ്ഷനാണ് ഇത് മസ്റ്റായിട്ട് നിങ്ങൾ എനേബിൾ ചെയ്യുക. പിന്നെ മേളിലേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൊക്കേഷൻ സർവീസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ലൊക്കേഷൻ സർവീസ് നിങ്ങൾ മസ്റ്റായിട്ട് എനേബിൾ ചെയ്യുക. യാതൊരു കാരണവശാലും ഇത് ഡിസേബിൾ ചെയ്തില്ല. പക്ഷേ ഇതിൻ്റെ ഏറ്റവും താഴത്തേക്ക് നിങ്ങൾ സ്ക്രോൾ ചെയ്യുവാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് സിസ്റ്റം സർവീസ് എന്നൊരു ഓപ്ഷൻ കാണും. അതിൽ ഈ ഒരു ഓപ്ഷൻസ് എല്ലാം തന്നെ നിങ്ങൾ ഡിസേബിൾ ചെയ്യുക. ഇത് ഓൾറെഡി ഞാൻ മറ്റൊരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾ ഈ ഒരു കാര്യം ഡിസേബിൾ ചെയ്യുക. ഞാനിവിടെ ഡിസേബിൾ ചെയ്തേക്കുന്ന കാര്യങ്ങളെല്ലാം ഡിസേബിൾ ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ ബാറ്ററി ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നീട് വന്ന മറ്റൊരു ചേഞ്ച് നോട്ടിഫിക്കേഷൻസിലാണ്. നല്ലൊരു ഇംപ്രൂവ്മെൻറ്റ്സ് ആണ് ഇതിൽ ആപ്പിൾ കൊണ്ടുവന്നത്. അതായത് നോട്ടിഫിക്കേഷൻ്റെ ഡിസൈനോ കാര്യങ്ങളോ ഒന്നും മാറ്റിയതല്ല. ഇതിൽ സ്ക്രീൻ ഷെയറിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നോട്ടിഫിക്കേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ആ സ്ക്രീൻ റെക്കോർഡിങ്ങിനകത്ത് കാണിക്കണോ വേണ്ടയോ എന്നുള്ള കാര്യമാണ്. ഇത് നിങ്ങൾ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു നോട്ടിഫിക്കേഷൻ കാണിക്കുന്നതായിരിക്കും. ഇത് നിങ്ങൾ ഡിസേബിൾ ചെയ്ത് വെച്ചാൽ അത് പിന്നീട് കാണിക്കുന്നതല്ല. സോ അത് മസ്റ്റായിട്ടും ഡിസേബിൾ ചെയ്ത് വെക്കുക. അതുപോലെ ഫോക്കസ് മോഡ്. നിങ്ങൾക്ക് ഡ്യുവൽ സിം യൂസേഴ്സ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഒരു സിം ഡിസേബിൾ ചെയ്ത് ഇട്ടുകൊണ്ട് മറ്റേ സിം മാത്രമായിട്ട് ഒരു പർട്ടിക്കുലർ ടൈമിലേക്ക് ഉപയോഗിക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനകത്തൊരു കിടിലൻ ഓപ്ഷൻ വന്നിട്ടുണ്ട്. നിങ്ങൾ വർക്ക് പ്ലേസിലാണ് വർക്ക് ഫോക്കസ് നിങ്ങൾ എനേബിൾ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പുതിയൊരു ഫിൽട്ടർ ആപ്പിൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് നിങ്ങളുടെ ഡ്യുവൽ സിമ്മിൽ ഏതെങ്കിലും ഒരു സിമ്മിൽ നിന്ന് മാത്രം ആ ഒരു പർട്ടിക്കുലർ ടൈമിലേക്ക് കോൾ മാത്രം വരാനുള്ള ഓപ്ഷൻ ഇവിടെ നിന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. സോ ഡ്യുവൽ സിം യൂസേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏത് സിമ്മിൽ നിന്ന് ഒരു ഇത്ര സമയത്തേക്ക് കോൾ മാത്രം വരിക എന്നുള്ള ഓപ്ഷൻ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുത്താൽ മറ്റേ സിമ്മിൽ നിന്നുള്ള കോളുകൾ നമ്മുടെ ഡിവൈസിലേക്ക് വരത്തില്ല. കംപ്ലീറ്റ്ലി ബ്ലോക്ക് ചെയ്യുന്നതായിരിക്കും അല്ലെങ്കിൽ ഫിൽട്ടർ ചെയ്യുന്നതായിരിക്കും. സോ അങ്ങനെ ഒരു കിടിലൻ ഫോക്കസ് ഫിൽട്ടർ ആപ്പിൾ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ആൻഡ് ഫൈനലി ഡിവൈസിൻ്റെ ഡിസ്പ്ലേ ആൻഡ് ബ്രൈറ്റ്നസ്. താഴത്തേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ AOD ഓൾവേസ് ഓൺ ഡിസ്പ്ലേ മോഡിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഇതിൽ ബാറ്ററി സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പൊടിക്കൈകളാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഒന്ന് ഷോ വാൾപേപ്പർ എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾക്ക് ഡിസേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ഡാർക്ക് വാൾപേപ്പർ ആയിരിക്കും അല്ലെങ്കിൽ ഡാർക്ക് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും വരുന്നത്. അതിൽ നമ്മുടെ വിജിറ്റുകളും ക്ലോക്കും ഒക്കെ കാണാം. ജസ്റ്റ് ടാപ്പ് ചെയ്താൽ മാത്രമേ ഉള്ളൂ വാൾപേപ്പേഴ്സ് വരത്തുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ. അതിലൂടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബാറ്ററി കുറച്ചൊക്കെ സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. 2 പുതിയ ഒരു ഓപ്ഷനാണ് ബ്ലർ വാൾപേപ്പർ ഫോട്ടോ. അതെന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം ഡിവൈസ് എക്സിറ്റ് ചെയ്തു ലോക്ക് ചെയ്ത് കഴിയുമ്പം നിങ്ങൾക്ക് ഇതാണ് ആക്ച്വൽ വാൾപേപ്പർ. ഓക്കെ, ഡിവൈസ് ലോക്ക് ആകുന്ന സമയത്ത് അതൊരു ബ്ലർ മോഡിലേക്ക് പോകും. വാൾപേപ്പർ മൊത്തം ബ്ലറായിട്ടാണ് ഇരിക്കുന്നത്.
ജസ്റ്റ് ടാപ്പ് ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ ആക്ച്വൽ വാൾപേപ്പർ കാണാൻ സാധിക്കത്തുള്ളൂ. ആൻഡ് നിങ്ങൾക്ക് പ്രൈവസി കൺസേൺസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു മൂന്നാമത്തെ ഓപ്ഷൻ കൂടെ ഡിസേബിൾ ചെയ്യാം, ഷോ നോട്ടിഫിക്കേഷൻ. പിന്നെ നമ്മുടെ ലോക്ക് മോഡിൽ നോട്ടിഫിക്കേഷൻ ഒന്നും കാണിക്കത്തില്ല, നമുക്ക് ഡിവൈസ് അൺലോക്ക് ചെയ്താൽ മാത്രമേ നോട്ടിഫിക്കേഷൻ കാണിക്കത്തുള്ളൂ. ഇനി ഈ പറഞ്ഞ സെറ്റിംഗ്സ് എല്ലാം നിങ്ങളുടെ ഡിവൈസിനെയോ അല്ലെങ്കിൽ നിങ്ങളുടെ iOS എക്സ്പീരിയൻസിനെയോ നശിപ്പിക്കുന്ന യാതൊരു തരത്തിലുള്ള സെറ്റിംഗ്സോ ഫീച്ചേഴ്സോ അല്ല. ഇത് നിങ്ങൾക്ക് ഡിസേബിൾ ചെയ്യുന്നതുകൊണ്ട് കുറച്ച് ബാറ്ററി ഒക്കെ സേവ് ചെയ്യാൻ സാധിക്കുന്ന ഫീച്ചേഴ്സാണ്. അല്ലാതെ യാതൊരു തരത്തിലും നിങ്ങളുടെ iOSന്റെ ഫുൾ ഓൺ എക്സ്പീരിയൻസിനെ നശിപ്പിക്കത്തില്ല. ചിലപ്പോൾ ഇതൊക്കെ കാണുമ്പം കമൻറ്റ് ചെയ്യാൻ ആളുകൾ വന്ന് കമൻറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അയ്യോ ഇത് ഡിസേബിൾ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ എന്തിനാണ് ഫോൺ വാങ്ങിച്ചത് എന്നുള്ളത്. ഇതൊക്കെ ചെറിയ ചോട്ടാ കാര്യങ്ങളാണ്, അല്ലാതെ വലിയ സംഭവങ്ങളൊന്നുമല്ല, മലമറിക്കാൻ ഒന്നുമില്ല. സോ ഇതൊക്കെ ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ബാറ്ററിനെ ഒക്കെ സേവ് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം അനാവശ്യമായിട്ടുള്ള സെറ്റിംഗ്സും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എനേബിൾ ചെയ്യാം, ഇല്ല എന്നുണ്ടെങ്കിൽ ഡിസേബിൾ ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ആപ്പിൾ റിലേറ്റഡ് കണ്ടന്റ്സ് ഇനിയും വരുന്നുണ്ട്. സോ നമ്മളുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക, യൂട്യൂബ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ദിസ് ഇസ് മിലൻ. Catch you guys next one. Until then, peace.